ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് പാൻ കാർഡിനായിട്ട് ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അതിനുശേഷം ലിങ്ക് ചെയ്തിരിക്കുന്നവർ മാത്രം ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ രീതിയിൽ പാൻ കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന പാൻ കാർഡ് എന്ന് പറയുന്നത് സിഗ്നേച്ചറും നമ്മളുടെ ഫുൾ നെയിമൊക്കെ എക്സ്പാൻഡ് ആയിട്ട് വരുന്ന പാൻ കാർഡാണ്, ഫിസിക്കൽ പാൻ കാർഡാണ്, അല്ലാതെ ഇൻസ്റ്റൻറ്റ് പാൻ കാർഡല്ല. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പ്രൂഫ് എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ഐ ഡിയോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണയായിട്ട് ആധാർ കാർഡ് ഉപയോഗിച്ചാൽ മതി. ആധാർ കാർഡിലത്തെ നെയിമെല്ലാം കറക്റ്റ് ആണെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ആധാർ കാർഡിൻ്റെ 2 സൈഡ് ഫോട്ടോ ആവശ്യമുണ്ട്. അത് ഒരു PDF ഫയലാക്കിയിട്ട് 300 KB താഴെയുള്ള ഫയലാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പാൻ കാർഡ് സമയത്ത് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ ആധാർ കാർഡാണ്. അതേപോലെ നമുക്ക് നമ്മളുടെ ഫോട്ടോ ആവശ്യമുണ്ട്. അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതും 50 KB താഴെയുള്ള ഒരു ഫയലായിട്ട് JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചറും വേണം. ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തതിന് ശേഷം അത് കംപ്രസ് ചെയ്ത് 50 KB താഴെ ആക്കിയതിന് ശേഷം അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഡോഗ് സ്കാനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഡോഗ് സ്കാനറിൽ എങ്ങനെയാണ് കംപ്രസ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ ഡോഗ് സ്കാനറിലോട്ട് വരിക. അതിനുശേഷം ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ആധാർ കാർഡിൻ്റെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. 2 ഫോട്ടോയും സെലക്ട് ചെയ്തു, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡിൻ്റെ എത്ര ഭാഗമാണ്, എത്ര പോർഷനാണ് വേണ്ടത് എന്ന് ചോദിക്കും. അത് സെലക്ട് ചെയ്യാൻ പറയും. അത് ഞാനിവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. ഇനി സെലക്ട് ആയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോസസ്സിങ് ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു കളർ മാറ്റം വന്നതിന് ശേഷം എഫക്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്കിത് ഒറിജിനൽ കളറിലോട്ട് മാറ്റാം. അല്ല എന്നുണ്ടെങ്കിൽ എഫക്റ്റുകൾ കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഫയൽ ഇവിടെ ലഭിക്കും. ആ ഫയൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം രണ്ടും സെലക്ട് ചെയ്ത് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്രസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ 300 KB താഴെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 300 KB താഴെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഡോഗ് സ്കാനറിൻ്റെ മോഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ഉണ്ടാവും. കുറച്ചുകൂടി കംപ്രസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതിനുശേഷം PDF മാറ്റിയിട്ടതിന് ശേഷം ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നുള്ളതിൽ അത് ഡൗൺലോഡ് ചെയ്ത് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡായി ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഫോട്ടോയും സെലക്ട് ചെയ്യേണ്ടത്. ഫോട്ടോ ഇതേപോലെ തന്നെ കംപ്രസ് ചെയ്തതിന് ശേഷം JPG ഫോർമാറ്റിലായിരിക്കണം ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതിനുശേഷം നിങ്ങൾ ക്രോമിലോട്ട് വരിക, nsdl പാൻ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ nsdl എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിന് താഴെയായിട്ട് ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ളത് ന്യൂ പാൻ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലാണ് ആ ഭാഗം ക്ലിക്ക് ചെയ്യേണ്ടത്, ആ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം കാറ്റഗറി ആയിട്ട് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കൻ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമുക്ക് ആദ്യം തന്നെ ടൈറ്റിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ടൈറ്റിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ ഫീമെയിലിനനുസരിച്ച് ടൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും, ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം എന്നിങ്ങനെ 3 കോളങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ നെയിം എന്ന് പറയുന്നത് മുഹമ്മദ് ഫസൽ CA എന്നുള്ളതാണ്. മുഹമ്മദ് ഫസൽ എന്നുള്ളത് ഫസ്റ്റ് നെയിം ആയിട്ടും CA എന്ന് പറയുന്നത് ചാലയിൽ അബ്ബാസ് എന്നുള്ളതാണ്. അപ്പോൾ ചാലയിൽ എന്നുള്ളത് മിഡിൽ നെയിം ആയിട്ടും ലാസ്റ്റ് നെയിം ആയിട്ട് അബ്ബാസ് എന്നുള്ളതുമാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ എൻ്റെ നെയിമിൽ മുഹമ്മദ് ഫസൽ എന്ന് മാത്രമാണ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് മാത്രമാണ് ഉള്ളത് എങ്കിൽ ഷുവർ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ആദ്യത്തെ കോളത്തിൽ ആ പേര് മാത്രം എൻ്റർ ചെയ്യുക. ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഇനിഷ്യലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പാൻഷനോട് കൂടിയിട്ട് പാസ്പോർട്ടിൽ വരുന്ന ഫോർമാറ്റിലാണ് നമ്മുടെ നെയിം എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൃത്യമായി തന്നെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇമെയിൽ ID ആയിരിക്കും നിങ്ങളുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഇമെയിൽ ID ആയിട്ട് വരിക.
മൊബൈൽ നമ്പർ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറായിട്ട് വരിക. അതിനുശേഷം ഇവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് കാണുന്ന ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം ഇതേപോലെ ഞാൻ കറക്റ്റായി എൻ്റർ ചെയ്തിട്ടുണ്ട്. നെയിമിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സ്പാൻഷനോട് കൂടിയാണ് വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അടിഭാഗത്ത് കാണുന്ന ക്യാപ്ച കോഡ് കൂടി ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് എൻ്റർ ആവുന്നത്. നിങ്ങൾ കീബോർഡിൽ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും സെലക്ട് ചെയ്യേണ്ട, ഓൾറെഡി ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടായിരിക്കും സെലക്ട് ആവുന്നത്. അതിനുശേഷം ഇങ്ങനത്തെ ഒരു വിൻഡോ വരുന്നതാണ്. ഇതാണ് നമ്മളുടെ ടോക്കൺ നമ്പർ എന്ന് പറയുന്നത്. ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക. ഈ നമ്പർ നോട്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതാണ്. ഇവിടെ ആദ്യമായി തന്നെ നിങ്ങൾ സബ്മിറ്റ് സ്കാനഡ് ഇമേജ് ത്രൂ ഇ സൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫീസ് ആപ്ലിക്കബിൾ എന്നുള്ളത് യെസ് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തതായിട്ട് നെയിം ആസ് പെർ ആധാർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ നെയിം കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡിലുള്ളതുപോലെ കറക്റ്റായി തന്നെ എൻ്റർ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് അത് റിജക്റ്റായി പോകാനായിട്ട് കാരണമാകുന്നതാണ്. അതിനുശേഷം ഫുൾ നെയിം ഓഫ് ദ ആപ്ലിക്കൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി എൻ്റർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നെയിം യു വുഡ് ലൈക്ക് പ്രിൻറ്റഡ് ഓൺ പാൻ കാർഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മളുടെ പാൻ കാർഡിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ നെയിം വരുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഫോർമാറ്റിലായിരിക്കും, അതേ രൂപത്തിലായിരിക്കും നമ്മുടെ പാൻ കാർഡിൽ നമ്മുടെ നെയിം എൻ്റർ ആയിട്ട് വരിക. ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നെയിം ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ പാൻ കാർഡിൽ നമ്മളുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഡീറ്റെയിലുകൾ എൻ്റർ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഫാദറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഫാദറിൻ്റെ നെയിം കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് നമുക്ക് നോ ഇൻകം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മെസ്സേജ് വരുന്നതാണ്, അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ അത് ഞാൻ റെസിഡൻഷ്യൽ അഡ്രസ്സാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യമായി തന്നെ. അതിനുശേഷം വീടുമായി ബന്ധപ്പെട്ടുള്ളതും സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ റെസിഡൻഷ്യൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഓഫീസ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആ അഡ്രസ്സിനെ തെളിയിക്കുന്ന ഒരു പ്രൂഫ് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സായിരിക്കും നിങ്ങളുടെ ആധാർ കാർഡിലെല്ലാം പ്രിൻ്റ് അടിച്ച് വരിക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. റെസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ആദ്യത്തെ 5 കോളങ്ങൾ മുഴുവനായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൺട്രി നെയിം എന്നുള്ളത് ഇന്ത്യ എന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നുള്ളത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഓഫീസ് അഡ്രസ്സ് എന്നുള്ളത് പിന്നീട് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റെസിഡൻഷ്യൽ അഡ്രസ്സാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടെലഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ID ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ആദ്യം തന്നെ കൺട്രി കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഏരിയ ഓർ STD കോഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ജില്ലയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ നെയിം വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് STD കോഡ് ലഭിക്കുന്നതാണ്. ആ കോഡ് അവിടെ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് വരുന്നതാണ്. അത് ശരിയല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇമെയിൽ IDയും വരുന്നതാണ്. റെപ്രസെൻറ്റേറ്റീവ് അസസ് എന്നുള്ളത് നോ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏരിയ കോഡ് AO ടൈപ്പ്, റേഞ്ച് കോഡ് AO നമ്പറൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ കൊടുത്തതിന് ശേഷം സ്റ്റേറ്റ് എന്നുള്ളത് ഞാനിവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സിറ്റി എന്നുള്ളത് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആലുവ ഞങ്ങളുടെ ഹോം ടൗൺ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആലുവയിൽ തന്നെ വാർഡ് 1, വാർഡ് 2
എന്നിങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ഇതിൽ ഏത് ഭാഗത്താണ് നിങ്ങളുടെ വാർഡ് ഉൾപ്പെടുന്നത്, നിങ്ങളുടെ AO ഉൾപ്പെടുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അത് ഞാനിവിടെ ആധാർ കാർഡാണ് കൊടുക്കുന്നത്. പ്രൂഫ് ഓഫ് അഡ്രസ്സ്, അതും ഞാൻ ആധാർ കാർഡാണ് കൊടുക്കുന്നത്. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതും ഞാൻ ആധാർ കാർഡ് തന്നെയാണ് കൊടുക്കുന്നത്. ആധാർ കാർഡ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡിക്ലറേഷൻ ആണ്, ഇവിടെ സെലക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ പ്രൂഫ് കൊടുക്കുന്നത് പാസ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ പാസ്പോർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ട് ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഇനി പ്ലേസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ഓർ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സൈഡിൽ കാണുന്ന ആ റെഡ് ആൻഡ് വൈറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമുക്ക് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സൈറ്റ് ഒന്ന് റീലോഡായിട്ട് വരുന്നതാണ്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോ അവിടെ അപ്ലോഡ് ആയത് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഫയൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും സൈറ്റ് ഒന്ന് റീലോഡായി സിഗ്നേച്ചറും അപ്ലോഡായിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ്. ഞാനിവിടെ ആധാർ കാർഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 300 KB സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആധാർ കാർഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. അത് PDF രൂപത്തിലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രൂഫുകൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും പ്രൂഫ് ഓഫ് അഡ്രസ്സും പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വെവ്വേറെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 ഡോക്യുമെൻറ്റുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഡോക്യുമെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള വിൻഡോകൾ കൂടുതലായിട്ട് വരുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ആവുകയുള്ളൂ. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഒരു പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതെല്ലാം ഓക്കെ അല്ലേ എന്ന് കൺഫേം ചെയ്യുക. മുഴുവനായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൻ്റെ 8 ഡിജിറ്റ് ആദ്യത്തെ 8 ഡിജിറ്റ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത വിൻഡോയിലോട്ട് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് വരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ വന്നിരിക്കുന്ന ഇൻ്റർഫേസിലോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കുന്നതാണ്. പ്രൊസീഡ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട മോഡാണ്. ഞാനിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് സർവീസ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പേ കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുകയാണ്. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാർഡ് ഉപയോഗിച്ച് ചെയ്യലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് OTP വരുന്നതാണ് ബാങ്ക് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം. OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു വിൻഡോ വരുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യണം. സൈറ്റ് ഒന്ന് ലോഡായിട്ട് വരും. ഒരു മിനിറ്റിൽ താഴെ എടുക്കും. അതോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ഇൻ്റർഫേസിലോട്ട് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയാണ് OTP വെരിഫിക്കേഷൻ സംഭവങ്ങളെല്ലാം വരുന്നത്. 2 OTP വെരിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. പേയ്മെൻറ്റ് റെസിപ്റ്റ്, ഇത് നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്യാനാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇൻ്റർഫേസിലോട്ട് വരും. OTP ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഇൻ്റർഫേസിലോട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ, ആധാർ കാർഡ് നമ്പറെല്ലാം കാണാം. അതിനുശേഷം OTP എൻ്റർ ചെയ്യാൻ പറയും. OTP നമ്മൾ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുണ്ടാകും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത OTP വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കണ്ടിന്യൂ വിത്ത് ഈ സൈൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. 12 അക്ക ആധാർ കാർഡ് നമ്പർ മുഴുവനായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് കറക്റ്റായി എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP വന്നിട്ടുണ്ടാവും. OTP എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. എൻ്റർ OTP എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് OTP വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീസെൻറ്റ് OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. വെരിഫൈ OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേജ് ലോഡായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ലോഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരും. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് PDF എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഫൈനൽ സബ്മിഷൻ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് പാസ്വേഡായിട്ട് വരുന്നത്. ഇപ്പോൾ 31/12/2004 എന്നാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുണ്ടെങ്കിൽ 31/12/2004 എന്ന് സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആ ഫയൽ അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൂഫും ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു 5 ദിവസത്തിന് ഉള്ളിലായിട്ട് തന്നെ നിങ്ങളുടെ ജിമെയിലിലോട്ട് ഈ പാൻ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതും പിന്നീട് ഒരു 2 ആഴ്ചക്ക് ഉള്ളിലായിട്ട് വീട്ടിലോട്ട് പോസ്റ്റ് വഴി പാൻ കാർഡ് വരുന്നതുമാണ്. ഇരിക്കുന്ന ജിമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്ത് അതിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഫോമും അതേപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റെസിപ്റ്റൊക്കെ അവിടെ വന്നിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ വഴി അവരെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.